ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്നൊരു അമ്പല ദർശനം പരിപാടിയാണ്. ഞങ്ങൾക്കൊന്നൊരു അവധി കിട്ടിയല്ലോ നമ്മുടെ പെരുന്നാളിൻ്റെ. അപ്പോൾ ഇന്ന് ദൈവികമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സുപ്രഭാതത്തിൽ തന്നെ ഞങ്ങളൊക്കെ എഴുന്നേറ്റു, നന്ദൂസൊക്കെ റെഡിയായി. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളിന്ന് 2-3 അമ്പലത്തിൽ പോകുന്നുണ്ട്. സത്യത്തിൽ ആലുവയിലുള്ള ദത്താഞ്ജനേയ സ്വാമി ക്ഷേത്രം അവിടെ പോകാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, അങ്ങനെ 3 അമ്പലങ്ങളിൽ നിന്ന് മൊത്തത്തിൽ കവർ ചെയ്തു. അങ്ങനെ ഞാൻ പോയി കാർ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ വണ്ടിയിൽ കയറി നേരെ യാത്ര ആരംഭിച്ചു. ദത്താഞ്ജനേയ സ്വാമി ക്ഷേത്രം ആലുവ ദേശം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. പിന്നെ ഈ സമയമായതുകൊണ്ട് മൊത്തത്തിൽ തിരക്കില്ല. പിന്നെ ഇന്ന് അവധി ആയതുകൊണ്ട് കൂടി ആയിരിക്കണം, റോഡിൽ പൊതുവെ തിരക്ക് കുറവായിരുന്നു. എനിവേ അത് നന്നായി, കാരണം പൊതുവെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിച്ചേർന്നു. ഈ അമ്പലം ഭയങ്കര ഒരു പ്രത്യേകതയുള്ളൊരു അമ്പലമാണ്. കാരണം ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള അപ്പിയറൻസും അമ്പലത്തിൻ്റെ അകത്താണെങ്കിലും അത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ്. നമ്മൾ സാധാരണ പോകുന്ന അമ്പലങ്ങൾ പോലെ അല്ല. അങ്ങനെ അമ്പലത്തിലേക്ക് കയറുകയാണ്. നമ്മൾ അമ്പലത്തിനകത്തേക്ക് ക്യാമറ കയറ്റാൻ കഴിയാത്തതുകൊണ്ട് ഇവിടം വരെ എടുത്തു. പിന്നെ ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിമയുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു അത്. അത് കഴിഞ്ഞ് പാതാള ദേവൻ അല്ലെങ്കിൽ ആഞ്ജനേയൻ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം കൂടി അവിടെ പണിതിട്ടുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു, അതിനകത്തേക്ക് പോകാനൊക്കെ ആയിട്ട്. അവിടെ നേരെ ഞങ്ങൾ എടപ്പള്ളി ഗണപതി അമ്പലത്തിലേക്ക് വന്നു. ഇതാണ് ഞങ്ങളുടെ 2ാമത്തെ സ്പോട്ട്. ഇവിടെ നല്ല രസമുണ്ട്. ഇതൊരു പ്രത്യേക ഭംഗിയാണ് ഈ അമ്പലത്തിന്. ഇവിടെ നിറച്ച് പ്രാവുകളും പിന്നെ ഇതിന് മൊത്തത്തിലൊരു പഴമ ഒക്കെയാണ്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ടും കൂടിയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം തിരക്കുണ്ട്. സാധാരണ ഇവിടെയൊക്കെ കാറ് കിടക്കലില്ല ഞങ്ങൾ വരുമ്പോൾ, ഞായറാഴ്ചകളല്ലെങ്കിൽ. അങ്ങനെ ഞങ്ങളവിടെ വന്നു, അമ്പലത്തിനകത്തേക്ക് കയറി, പുറത്തിറങ്ങി പ്രാവിനൊക്കെ കുറച്ച് അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇറ്റ്സ് ക്വൈറ്റ് ബ്യൂട്ടിഫുള്ളാണ്, നല്ല സ്ഥലമാണ്, സൈലൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, സമയം പിന്നെയുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. എറണാകുളം ശിവക്ഷേത്രത്തിലേക്ക് പോണ വഴിയാണ്. ഇവിടെ പിന്നെ എന്തായാലും ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തിരക്കും ബ്ലോക്കും ഒക്കെ ഉണ്ടാവും, കാരണം എറണാകുളത്തിൻ്റെ മെയിൻ സ്ഥലമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ബ്ലോക്കിൽ കൂടിയൊക്കെ കടന്ന് അങ്ങനെ ചെന്ന് അമ്പലത്തിൽ ചെന്നു. എറണാകുളത്തപ്പൻ അമ്പലം. പക്ഷെ അമ്പലത്തിൽ ചെന്നപ്പോൾ വലിയ തിരക്കില്ല, പാർക്കിംഗ് ഒക്കെ ആവശ്യമായിരുന്നു. ഞങ്ങൾ നേരെ ചെന്നു അമ്പലത്തിലേക്ക് കയറി. ഓം നമഃ ശിവായ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പയ്യെ കടന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ അകത്ത് ക്യാമറ കൊണ്ടുപോകാൻ നിർവാഹമില്ല, അതുകൊണ്ട് ഇവിടം വരെ ഉള്ളൂ അമ്പലത്തിലേക്കുള്ള വീഡിയോസ്. അങ്ങനെ നന്ദൂസ് ആദ്യം അമ്പലത്തിലേക്ക് കയറി, പുറകെ ഞാനും. അത് കഴിഞ്ഞ് മുരുകൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്, അവിടെ പോയി. ശേഷം ആഞ്ജനേയ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്, അവിടേക്കും പോയി. പിന്നെ എന്താണ്, സ്വാഭാവികമായിട്ടും ഇത്ര നേരമായപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. അവിടെ ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് വൃന്ദാവനിലേക്ക് വന്നു. വൃന്ദാവൻ ഹോട്ടൽ, പാലാരിവട്ടം. അവിടെ വന്ന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു. വൃന്ദാവൻ ഹോട്ടലിലും വലിയ തിരക്കില്ല ഇന്ന്, പച്ചക്കറി ആയതുകൊണ്ടും കൂടി ആയിരിക്കും, അറിയില്ല. എന്തായാലും ആ സമയത്തിൻ്റെ കൂടി ആകാം. അങ്ങനെ ഞങ്ങൾ പൊടി ഗീ റോസ്റ്റും പൊടി മസാല ദോശയും ഓർഡർ ചെയ്തു. അമേസിംഗ് ആയിരുന്നു. നന്ദൂസും ഞങ്ങളും അത് കഴിച്ച് ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു.